മാതൃസ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ തിരുവാതിരപ്പുഴുക്കിൻ്റെ റെസിപ്പിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ധാന്യങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും ചേർന്ന പുഴുക്ക് തിരുവാതിരയിലെ പ്രധാന വിഭവമാണ്. മലയാളി സ്ത്രീകൾക്ക് ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് ധനുമാസത്തിലെ തിരുവാതിര നാൾ. സ്ത്രീകളുടേതു മാത്രമായ ഒരു പ്രാദേശിക ഉത്സവം എന്ന നിലയിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. ഹിന്ദു ഐതിഹ്യപ്രകാരം ദക്ഷ പ്രജാപതിയുടെ മകളായ സതിയുടെ ആത്മത്യാഗത്തിനു ശേഷം കുപിതനായ പരമശിവൻ കഠിന തപസ്സിൽ ഏർപ്പെട്ടു. അടുത്ത ജന്മത്തിലും ശിവന്റെ പത്നിയായി തീരണമെന്ന ആഗ്രഹത്തോടെ സതീദേവി ഹിമവാന്റെ പുത്രിയായ പാർവതിയായി ജനിച്ചു. ശിവനെ ഭർത്താവായി ലഭിക്കുവാൻ തപസ്സനുഷ്ഠിച്ചു. എന്നാൽ ശിവന്റെ തപസ്സിളക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതി കാമദേവന്റെ സഹായത്തോടെ ശിവതപസ്സിന് ഭംഗം വരുത്തുകയും ചെയ്തു. കുപിതനായ ശിവൻ തൃക്കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കി. പിന്നീട് കാമദേവന്റെ ഭാര്യയായ രതീദേവിയുടെ അപേക്ഷപ്രകാരം ശിവൻ കാമനെ പുനർജീവിപ്പിച്ചു. തുടർന്ന് ശിവപാർവതിമാർ വിവാഹിതരാകുകയും ചെയ്തു. ഇതിൻ്റെ സന്തോഷത്തിൽ സ്ത്രീകൾ ആടിപ്പാടി ആഘോഷിച്ചതാണ് തിരുവാതിര എന്ന് കരുതിപ്പോരുന്നു. തിരുവാതിര നക്ഷത്രത്തിൻ്റെ 12-ാം ദിവസം മുൻപ് തന്നെ ആഘോഷം തുടങ്ങുന്നു. സ്ത്രീകൾ സന്ധ്യ കഴിഞ്ഞ മുറ്റത്ത് നിലവിളക്കിന് ചുറ്റുമായി കൈകൊട്ടിക്കളി നടത്തുന്നു. അതുപോലെ തന്നെ പുലർച്ചെ തന്നെ ജലാശയത്തിൽ തുടിച്ചു കുളിക്കുന്നതും തിരുവാതിരയുടെ പ്രത്യേകതയാണ്. മകീര നാളിൽ സന്ധ്യയ്ക്ക് എട്ടങ്ങാടി നേദിക്കുന്നു. സ്ത്രീകൾ ഈ ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. തിരുവാതിര രാത്രി മുഴുവനും ഉറക്കമിളച്ച് കൈകൊട്ടിക്കളി നടത്തുന്നു. പ്രധാനമായും സ്ത്രീകളാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. കുടുംബത്തിൻ്റെ ശ്രേയസ് വർദ്ധിപ്പിക്കുന്നതിനും ഭർത്താവിൻ്റെയും മക്കളുടെയും സൗഖ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടിയാണ് മംഗല്യ സ്ത്രീകൾ തിരുവാതിര ആഘോഷിക്കുന്നത്. പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ ലഭിക്കുന്നതിന് വേണ്ടിയും ഇതിൽ പങ്കുചേരുന്നു. കേരളത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത്. പക്ഷേ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും ഇത് ആഘോഷിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് പുഴുക്ക് വയ്ക്കാൻ തുടങ്ങാം. ഈ പുഴുക്ക് നല്ല നാടൻ മട്ടേരി കൊണ്ടുള്ള ചൂട് കഞ്ഞിക്കൊപ്പം കഴിച്ചു നോക്കൂ. ഈ പുഴുക്കിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പച്ചക്കറികൾ കൂർക്ക, ചെറുകിഴങ്ങ്, കാവുത്ത്, ചേമ്പ്, വാഴയ്ക്ക, ചേന, കപ്പ, മധുരക്കിഴങ്ങ് എന്നിവയാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പോലെ എല്ലാ കിഴങ്ങുകൾ ചേർത്തും ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇതിലുള്ള കിഴങ്ങുകൾ ഏതാണോ കയ്യിലുള്ളത് അതുമാത്രം വെച്ചും ഉണ്ടാക്കാം. ഇനി നമ്മൾക്ക് ഇതെല്ലാം അരിഞ്ഞു വയ്ക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിയേണ്ടത്. അരിയുന്ന സമയത്ത് ഓരോ കിഴങ്ങിൻ്റെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടി പറഞ്ഞു പോവാം. ആദ്യം നമ്മൾക്ക് മധുരക്കിഴങ്ങ് തോൽ ചീവിയെടുക്കാം. വൈറ്റമിൻ B6 ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് ഹൃദയാഘാത സാധ്യത കുറയ്ക്കുന്നു. ഫൈബർ ധാരാളമുള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും ഗുണം ചെയ്യും. അസിഡിറ്റി, വയർ വീർത്തിരിക്കുക, മലബന്ധം തുടങ്ങിയവ തടയാൻ മധുരക്കിഴങ്ങ് പതിവായി ഡയറ്റിൽ ഉൾപ്പെടുത്താം. മധുരക്കിഴങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകമാണ് വൈറ്റമിൻ C. അമിതവണ്ണം, കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയുള്ള ആളുകൾക്ക് അവയെ നിയന്ത്രിക്കാൻ മധുരക്കിഴങ്ങിലെ പോഷകങ്ങളും ഉയർന്ന ഫൈബർ ഉള്ളടക്കവും സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. വൈറ്റമിൻ C ധാരാളം അടങ്ങിയിട്ടുള്ള മധുരക്കിഴങ്ങ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് നല്ലതാണ്. ഇനി നമ്മൾക്ക് ഇത് മുറിച്ച് വെള്ളത്തിലേക്കിടാം. രണ്ടാമത് നമ്മൾക്ക് വാഴയ്ക്ക തോൽ കളഞ്ഞ് മുറിച്ച് വയ്ക്കാം. ഈ വാഴയ്ക്കയ്ക്ക് പകരം നേന്ത്രക്കായ, പൊന്തൻകായ എന്നിവയും ഇതിനുപയോഗിക്കാം. വാഴയ്ക്കയും വെള്ളത്തിൽ മുറിച്ചിടണം, ഇല്ലെങ്കിൽ കറുത്തുപോകും. നാരുകളാൽ സമ്പന്നമായ പച്ചക്കായ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും. പക്ഷാഘാതവും ഹൃദയാഘാതവും തടയാനും മലബന്ധം അകറ്റാനും പച്ചക്കായ സഹായിക്കും. മൂന്നാമതായി നമ്മൾക്ക് ചേമ്പ് തോൽ കളഞ്ഞ് കഴുകി മുറിച്ചു വയ്ക്കാം. ഇതും വെള്ളത്തിലേക്കാണ് മുറിച്ചിടേണ്ടത്. ചേമ്പിന് വഴുവഴുപ്പുള്ളതുകൊണ്ട് ഇത് മുറിക്കുമ്പോൾ കൈ മുറിയാതെ സൂക്ഷിച്ച് മുറിക്കുക. നാരുകളും മറ്റ് അവശ്യ പോഷകങ്ങളും അടങ്ങിയ ചേമ്പ് നിങ്ങളുടെ കുടലിൻ്റെയും ഹൃദയത്തിൻ്റെയും ആരോഗ്യത്തിന് വളരെ മികച്ചതാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത് രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിൽ കുറവുണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചേമ്പിലെ 2 തരം കാർബോഹൈഡ്രേറ്റുകൾ, നാരുകൾ, പ്രതിരോധശേഷിയുള്ള അന്നജം എന്നിവ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നതിന് വളരെ പ്രയോജനകരമാണ്. ഈ ആരോഗ്യകരമായ പച്ചക്കറി മറ്റ് കാർബോഹൈഡ്രേറ്റുകളുടെ ദഹനത്തെ മന്ദഗതിയിലാക്കാനും ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. നാലാമതായി ചെറുകിഴങ്ങ് തോല് കളഞ്ഞ് മുറിച്ച് വെള്ളത്തിലേക്കിടാം.
അനവധി രോഗങ്ങൾക്കുള്ള ഒറ്റമൂലി എന്ന നിലയിൽ ഉപയോഗപ്രദമാകുന്ന കിഴങ്ങിനമാണ് ചെറുകിഴങ്ങ്. ഇവ വയറിളക്കം, മൂത്രപ്പഴുപ്പ് തുടങ്ങിയ അസുഖങ്ങൾക്ക് പ്രതിവിധിയാണ്. ഗോത്രവിഭാഗക്കാരുടെ ഇഷ്ടഭക്ഷണമായ ഇവയിൽ അന്നജം, പ്രോട്ടീൻ തുടങ്ങിയവ സമ്പന്നമായ അളവിൽ അടങ്ങിയിരിക്കുന്നു. ഇനി അഞ്ചാമതായി കാവുത്ത് കിഴങ്ങ് തോല് കളഞ്ഞ് മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുള്ള ഒരു കിഴങ്ങാണ് കാച്ചിൽ. ചിലയിടങ്ങളിൽ ഇതിനെ കാവുത്ത് എന്ന് പറയും. വൈറ്റമിൻ സി, പൊട്ടാസ്യം, അന്നജം ഇവയുടെ ഉറവിടമാണ് കാച്ചിൽ. നാരുകൾ സോഡിയം, പൊട്ടാസ്യം, അയൺ, വൈറ്റമിൻ എ, സി എന്നിവയും ഉണ്ട്. ഇവ കൂടാതെ ശക്തിയേറിയ സസ്യസംയുക്തങ്ങളും ആന്തോസയാനിൻ ഉൾപ്പെടെയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇവയിലുണ്ട്. കാച്ചിലിലുള്ള ആന്തോസയാനിനുകൾ ഒരുതരം പോളിഫിനോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. പതിവായി പോളിഫിനോൾ ധാരാളമടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് വിവിധയിനം ക്യാൻസറുകൾ വരാനുള്ള സാധ്യത കുറയ്ക്കും. കോളൻ ക്യാൻസർ, ലങ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇവയെല്ലാം വരാനുള്ള സാധ്യത കുറയ്ക്കാനും കാച്ചിൽ സഹായിക്കും. ആറാമതായി കൂർക്ക തോൽ കളയാം. ഇനി കൂർക്കയും മുറിച്ചു വയ്ക്കാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കൂർക്ക. കൂർക്ക ഉപയോഗിച്ച് ശരീരത്തിലെ അണുബാധയെല്ലാം ഇല്ലാതാക്കാം. ഇനി അടുത്തതായി ഏഴാമതായി നമ്മൾക്ക് ചേന തോൽ കളഞ്ഞ് മുറിച്ചു വയ്ക്കാം. ചില ചേന മുറിക്കുമ്പോൾ കയ്യിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാം. കയ്യിൽ ലേശം വെളിച്ചെണ്ണ തടവി മുറിച്ചാൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയില്ല. ചേനയിലെ ഇരുമ്പ്, പൊട്ടാസ്യം, വൈറ്റമിൻ എ എന്നിവ ശരീരത്തിന് ഊർജം നൽകുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, സിങ്ക്, സെലിനിയം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവ തലച്ചോറിൻ്റെ പ്രവർത്തനം, മെമ്മറി, ഫോക്കസ്, ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്തുന്നു. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, പൊട്ടാസ്യം, ഫൈബർ തുടങ്ങിയ ഒട്ടേറെ പോഷകങ്ങൾ ചേനയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി എട്ടാമതായി നമ്മൾക്ക് കപ്പ മുറിക്കാം. പക്ഷേ അത് കളർ മാറി കറുത്തു പോയിരുന്നു. ഫ്രഷായി മേടിച്ചതായിട്ട് കൂടി കേടുവന്നതായിരുന്നു. അങ്ങനെയുള്ള പച്ചക്കറികൾ കളയുന്നതാണ് നല്ലത്. പച്ചയോ കറുപ്പോ അടിച്ച ഉരുളക്കിഴങ്ങ്, കപ്പ എന്നിവ യൂസ് ചെയ്യുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ല. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾക്ക് വേണ്ടത് കുതിർത്ത വെള്ളപ്പയർ അഥവാ വൻപയറാണ്. ഇത് 8 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. നിങ്ങൾ കുതിർക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ പയറെടുത്ത് ചുടുവെള്ളത്തിൽ കുതിർക്കാനിടാം. അരമണിക്കൂർ കൊണ്ട് നല്ലപോലെ പയർ കുതിർന്നു വരും. രണ്ടാമത്തെ മെത്തേഡ്, പയർ പാനിൽ എണ്ണയൊഴിക്കാതെ വെറും ചട്ടിയിൽ 1 മിനിറ്റ് വറുത്തെടുക്കുക. അതിനുശേഷം കഴുകി യൂസ് ചെയ്യാം. ഞാൻ തലേന്ന് കുതിർക്കാനിടാൻ മറന്നുപോയി. അരമണിക്കൂർ മുമ്പ് നല്ല ചുടുവെള്ളത്തിൽ കുതിർത്ത പയറാണിത്. ഇത് 1 കപ്പ് എടുക്കാം. ഈ പയറിൻ്റെ കൂടെ ചെറുപയർ, മുതിര അഥവാ കൊള്ള എന്നിവ ചേർക്കുന്നവരുമുണ്ട്. അതെല്ലാം നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച കിഴങ്ങുകളിൽ നിന്നും ആവശ്യത്തിനുള്ളവ എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെള്ളമില്ലാതെ ഇവ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത വെള്ളപ്പയർ കൂടി ചേർക്കുക. ഇനി പച്ചക്കറി നികക്കെ വെള്ളമൊഴിക്കുക. കൂടുതൽ വെള്ളമൊഴിച്ചാൽ കുക്കറിൽ നിന്ന് തൂവി പുറത്തു വരും. അതുകൊണ്ട് വേവുന്നതിനാവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അതുപോലെ വെള്ളം കുറയാനും പാടില്ല. കുറഞ്ഞാൽ പച്ചക്കറികൾ അടിപ്പിടിക്കും. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്താൽ കായ് വേവാൻ പ്രയാസമാണ്. നല്ലപോലെ വേവേണ്ടതുകൊണ്ട് അവസാനം നമ്മൾക്ക് ഉപ്പ് ചേർക്കാം. ഇനി കുക്കർ അടച്ച് ഗ്യാസ് കത്തിച്ച് വേവിക്കുക. ആവി വന്നതിന് ശേഷമാണ് വെയിറ്റ് ഇടാറ്. 3 വിസിൽ വരെ വേവിക്കുക. ഇനി കുക്കർ ലേശം തണുക്കാൻ വയ്ക്കാം. കുക്കറിലെ പ്രഷർ അടങ്ങാൻ 10 മിനിറ്റ് സമയമെടുക്കും. ഈ സമയം നമ്മൾക്ക് പുഴുക്കിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഇതിന് ഒരു മിക്സി ജാറിൽ 2 പിടി തേങ്ങയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളകും 1/2 സ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിന് പകരം വറ്റൽ മുളകോ മുളക് പൊടിയോ ഉപയോഗിക്കാം. അതുപോലെ ഇതിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കുന്നവരുണ്ട്. ഇനി ഇത് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി. അധികം അരയ്ക്കേണ്ട. നമ്മൾ അവിയലിന് അരയ്ക്കുന്നത് പോലെ അരച്ചാൽ മതി. ഇത് അമ്മിയിൽ വെച്ച് ഒന്ന് ഒതുക്കിയെടുത്താൽ ഒന്നുകൂടി നല്ല സ്വാദായിരിക്കും. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷറെല്ലാം പോയി നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുക്കർ തുറക്കാം. കിഴങ്ങുവർഗ്ഗങ്ങളും പയറുമെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് ലേശം ഇങ്ങനെ തവി കൊണ്ട് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. നാടൻ വിഭവമായതുകൊണ്ടാണ് നമ്മളിത് ചട്ടിയിൽ തയ്യാറാക്കുന്നത്. അതിനുശേഷം നമ്മൾ വേവിച്ച പച്ചക്കറികൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം.
കിഴങ്ങുകളായതുകൊണ്ട് ചട്ടിയുടെ അടിയിൽ പിടിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ഒന്നുകിൽ സിമ്മിൽ വയ്ക്കുക, അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലാണെങ്കിൽ തുടരെ ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ അരച്ച തേങ്ങാ മിശ്രിതം ചേർക്കുക. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്ക് ആദ്യം 1 സ്പൂൺ കല്ലുപ്പ് ചേർക്കാം. പോരെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ്. കറിക്ക് കളർ കുറവാണെങ്കിൽ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഉപ്പ് നോക്കി പോരെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് കൂടി ചേർക്കുക. ഞാൻ 1/2 സ്പൂൺ കല്ലുപ്പ് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ പൊടിയുപ്പാണ് ചേർക്കുന്നതെങ്കിൽ 1 സ്പൂൺ കല്ലുപ്പിന് പകരം 1/4 സ്പൂൺ പൊടിയുപ്പ് ചേർത്താൽ മതി. തിളച്ച് കുറുകി വരുമ്പോൾ ഫ്രഷ് കറിവേപ്പില ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി മുകളിൽ 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കാതെ മൂടി വയ്ക്കുക. നമ്മൾ ചേർത്ത കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും സ്വാദ് കറിയിൽ ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ പുഴുക്ക് ആറിക്കഴിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയിലാവും. ഇനി ഇത് നമ്മൾക്ക് സെർവ് ചെയ്യാം. ചൂടോടെ വാഴയിലയ്ക്ക് കറി വിളമ്പുമ്പോൾ വാഴയിലയുടെ സ്വാദ് കൂടി പുഴുക്കിന് കിട്ടും. ഈ റെസിപ്പി സ്നേഹത്തോടെ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.